ഹായ് സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഞാനൊരു വിദഗ്ധനായ സൈക്കോളജിസ്റ്റിനെ പരിചയപ്പെട്ടു. അദ്ദേഹം വളരെ വർഷങ്ങൾ അതിനകത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. എന്നെ ഞെട്ടിച്ച ഒരു അബദ്ധം അദ്ദേഹം പറഞ്ഞു. മറ്റൊന്നുമല്ല, മനോരോഗങ്ങളൊന്നും ഒരിക്കലും മാറിയില്ല. പക്ഷേ ആശ്ചര്യം പറയട്ടെ, ഞാൻ 20 വർഷമായി മൈൻഡ് റീപ്രോഗ്രാമിംഗ് മേഖലയിലുണ്ട്. ഒരു 10 വർഷമായിട്ട് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഗൈഡൻസിലൂടെ നല്ല ഒരു ഡെപ്ത് നോളജ് കിട്ടുന്ന ഒരുപാട് റിസോഴ്സുകളിലൂടെ കടന്നു വരുന്നു. എൻ്റെ ഇതേവരെയുള്ള എക്സ്പീരിയൻസിൽ ഏതൊക്കെ തലത്തിൽ 10 വർഷം 15 വർഷമൊക്കെ മരുന്ന് കഴിച്ചിട്ടും ലൈഫ് സ്റ്റക്കായി സ്ട്രഗിൾ ചെയ്ത് ഒരു ലെവൽ ഓഫ് ചേഞ്ചും കിട്ടാതെ തകർന്ന മനസ്സുകൾ എത്രയോ അത്ഭുതകരമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വിചാരിച്ചു, ഇത്രയും ഫൂളിഷായ വർത്തമാനവും ചിന്തയും ഇത്തരം മേഖലയിൽ കഴിയുന്ന ആളുകളുടെ മനസ്സിലുണ്ടല്ലോ എന്ന് എന്നെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു. തീർച്ചയായിട്ടും മാറാൻ കഴിയും കേട്ടോ. ഏത് മനോരോഗവും നമുക്ക് 2 കാര്യം വേണം. അവർക്ക് മാറാൻ ആഗ്രഹം വേണം, ഹങ്കർ ഓഫ് ചേഞ്ച്. എനിക്ക് മാറണം, എനിക്ക് അച്ചീവ് ചെയ്യണം, ഉള്ളിൽ അത് മാറാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹമാണ്. രണ്ടാമത്തത്, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള ഒരു എഫേർട്ട് അവരുടെ ഭാഗത്ത് ഉണ്ടാവണം. മൂന്നാമത്തത്, പ്രോപ്പർ ഗൈഡൻസ് വേണം. ഈ 3 കാര്യങ്ങൾ സമന്വയിക്കപ്പെട്ടാൽ തീർച്ചയാണ് എനി കൈൻഡ് ഓഫ് മാനസിക സംഘർഷങ്ങളെയും മെല്ലെ നമുക്ക് റീസെറ്റ് കൊണ്ടുവരാൻ പറ്റും. വിഷ്വലൈസേഷൻ ടെക്നിക്കിലൂടെ, അഫർമേഷൻ ടെക്നിക്കിലൂടെ, മെഡിറ്റേഷനിലൂടെ, വിഷൻ ബോർഡിലൂടെ വെരി ഇഫക്റ്റീവായ, വളരെ യൂസ്ഫുള്ളായ ന്യൂറോ സയൻസിൻ്റെ ഒരുപാട് അപ്ഡേഷൻസ് ആ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് എനി കൈൻഡ് ഓഫ് ചേഞ്ച് നമുക്ക് ലൈഫിൽ സാധ്യമാണ്. എനി കൈൻഡ് ഓഫ് അച്ചീവ്മെൻറ്റ്സും നമ്മുടെ ലൈഫിൽ സാധ്യമാണ്. എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് വിനീത സേവകൻ ഇമാം ഷംസുദ്ദീൻ കാസിമി.